എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജസ്ന സലീമിൻ്റെ വിഷയം തന്നെയാണ്. ജസ്ന സലീം പ്രിയക്ക് ₹1 അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അല്ലേ? വലിയ വായിൽ എൻ്റെ വക നഖപ്പിച്ച ₹1 എന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് അയച്ചു കൊടുക്കുന്നത്. അവൾ കൃഷ്ണൻ്റെ ചിത്രം വരക്കുന്നതിന് അവളുടെ ഗൂഗിൾ പേ നമ്പർ അടക്കം അവളുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മാത്രം പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജസ്നയോടാണ് ചോദിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മോള് തെണ്ടാനിരുന്നിട്ടില്ലേ? ആ തെണ്ടുന്ന ഒരു വീഡിയോ പുറത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. അന്നത്തെ സമയം ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദുക്കളോട് മുഴുവൻ കെഞ്ചി പറഞ്ഞത്. എന്താ നിനക്ക് ഓർമ്മയില്ലേ? ഞങ്ങൾക്ക് ഓർമ്മയുണ്ടടി. ഞങ്ങളടക്കമുള്ള ആൾക്കാരാണ് നിനക്ക് പൈസ അയച്ചു തരുന്നത്, അന്ന് തന്നിരുന്നത്. മനസ്സിലായിനാ? നമ്മളൊക്കെ അന്നത്തെ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ നമുക്കറിയാൻ പറ്റുന്നില്ലായിരുന്നു നീ ഒരു മറ്റേതാണ് എന്നുള്ളത്. ഇപ്പോഴല്ലേ നിന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഉണ്ണിക്കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു കൊച്ചു കലാകാരി. എനിക്ക് ഒരു വലിയൊരു സ്വപ്നം എന്താന്ന് വെച്ചാല് 2023 ജനുവരി 1-ാം തീയതി ഗുരുവായൂർ 101 ഫോട്ടോ സമർപ്പിക്കണം. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കടമ തന്നെയാണ്. അതിനുള്ള കടമ കടക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയല്ല. അപ്പോ നിങ്ങളും കൂടി എന്റെ കൂടെ നിർത്തിവെച്ചാൽ എന്നെ ഈ സ്വപ്നം സാധിക്കും. നിങ്ങളാൽ കഴിയുന്ന സഹായം അത് എത്ര തന്നെയാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളും കൂടി എന്റെ കൂടെ ഒപ്പം ചേർന്ന എന്റെ ഈ ആഗ്രഹം പൂവണി. അതിനുവേണ്ടി നിങ്ങളുടെ സഹായം, നിങ്ങളുടെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഇതിന്റെ താഴെ എന്റെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് 10 വഴി നിങ്ങളൊന്ന് എന്റെ കൂടെ സഹായിച്ച് എന്റെ ഈ ഒരു സ്വപ്നം സാധിക്കാൻ എന്റെ കൂടെ. അയ്യോ, വിശാടനം നിയമവിരുദ്ധമാണെന്ന് പറയുന്ന ജസ്ന താത്ത തന്നെ വിശാടന വീഡിയോ കണ്ടല്ലോ നിങ്ങൾ. നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം മറ്റുള്ള ആൾക്കാരെ കളിയാക്കുന്നു. പ്രിയക്ക് ചിത്രം വരക്കണം എന്ന് പറഞ്ഞിട്ട് ഇടുമ്പോഴേക്ക് പ്രിയക്ക് ₹1 അയച്ചു കൊടുക്കുന്നു, അരുണ് ₹1 അയച്ചു കൊടുക്കുന്നു, അരുണിൻ്റെ അമ്മ ₹1 അയച്ചു കൊടുക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നാണവും മാനവും ഇല്ലാത്തത് ആർക്കാണടി? ഒന്ന് പറയുക, ആർക്കാണ് നാണവും മാനവും ഇല്ലാത്തത് എന്നുള്ളത്. നീ ഒരു കാര്യം ചിന്തിക്കുക. നീ മലന്ന് കിടന്ന് തുപ്പുക ചെയ്യുന്നത്. അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ തലയിൽ വെക്കുക ചെയ്യുന്നത്. പിന്നെ ഒന്നാമത്തെ എനിക്കൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ പാവങ്ങളാടി. നമ്മളൊക്കെ അന്നേരം ജീവിച്ച് അന്നേരം ഒരു ₹100 വീട്ടിലിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. നിന്നെപ്പോലെ അതായത് പീഡന കേസും അതുപോലെ തന്നെ മക്കളെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല നമ്മളെ ഒന്നും ജോലി. നമ്മളെ മക്കൾ അന്തസ്സായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. എന്നാണെങ്കിലും പിന്നെ നിൻ്റെ നിൻ്റെ മക്കളെ വെച്ചിട്ടാണ് വിലപേശുന്നത് അല്ലേ? അതെ. പിന്നെ നീ വിചാരിക്കും ഒന്നും അറിയില്ല എന്നുള്ളത്. നമ്മൾ വെറും പൊട്ടന്മാരാണെന്നുള്ളത്. പൊട്ടന്മാരൊന്നുമല്ല. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. വെറും 8ാം ക്ലാസ് മാത്രം യോഗ്യതയിലോട് നിന്നോട് സംസാരിക്കേണ്ട ഒരിതില്ല നമുക്ക്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു ചെറിയൊരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ വിശാടനത്തിന് വേണ്ടിയിട്ട്, വിശാടനം നിയമവിരുദ്ധമാണ്, അതൊക്കെ നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞു. നീ എങ്ങനെയാണ് തെണ്ടിയത് അന്ന്? നീ എല്ലാ ഹിന്ദുക്കളോടല്ലേ തെണ്ടിയിട്ട് പൈസ വാങ്ങിയത്? ആണോ അല്ലയോ? ഇതിൻ്റെ അകത്ത് തന്നെ വ്യക്തമായിട്ട് നീ പറയുന്നുണ്ട്, നിങ്ങളാൽ കഴിയുന്ന സഹായം എനിക്ക് ചെയ്തു തരണം എന്നൊക്കെ. പിന്നെ അന്ന് നിനക്ക് ഒരു സാമ്പത്തികമില്ലായിരുന്നു. ഈ സമയത്ത് നീ 1 വർഷം കൊണ്ട് വലിയൊരു മുതലാളിയായി. കാരണം മുതലാളി മാത്രമല്ല, വലിയ കുടീശ്വരിയായി എന്നാണ് നീ പറയുന്നത്. ഇങ്ങനെ വന്നു സാമ്പത്തികം എന്നുള്ളത് അത് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊന്നും ഇത്ര വേഗമൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃഷ്ണ ചിത്രം വരച്ച് കഴിഞ്ഞാലൊന്നും ഇത്ര വലിയ പൈസക്കാരാവും എന്നുള്ളത് നമുക്കൊക്കെ ഹോ എന്ന് പറയണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അന്വേഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നീ പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം ഭയങ്കര കാശുകാരിയാണ്. അന്ന് നീ പറയുന്നത് ഒരു 2 കൊല്ലം, അതായത് 2020 21 ആ കൊല്ലം നീ പറയുന്നത് അത്ര വലിയ പൈസയൊന്നുമില്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് നിങ്ങളാൽ ചെയ്യുന്ന സാമ്പത്തിക സഹായം. അയാൾ അന്ന് 101 ചിത്രം ഗോപാലനാണ് അന്ന് സ്പോൺസർ ചെയ്യുന്നത് അല്ലേ? ആണോ അല്ലയോ? ഇതെല്ലാം നീ പറയാണ്ട് നീ ശരിയാവില്ല. ഇതൊക്കെ പറയണം. ആൾക്കാർക്ക് അറിയില്ലല്ലോ. ചെറിയ ആൾക്കാർക്ക് മാത്രമേ അറിയൂ. പിന്നെ ഹിന്ദുക്കളെ നീ കുറേ പോട്ടം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ലായിരുന്നു.
പക്ഷെ ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായി, എല്ലാവരും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെയായിരുന്നോ നീ എന്നുള്ള ചോദിച്ചിട്ട്. കാരണം അതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, എന്നെ എൻ്റെ അമ്മേനെയും പറ്റിയിട്ട് നീയൊക്കെ ഓരോ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. അത് പ്രയോഗിച്ചത് നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ്. നിനക്ക് അതിൻ്റെ അകത്തുനിന്ന് രക്ഷ നേടാൻ നീ മറ്റുള്ള ആൾക്കാരെ മോശം പറയുക, അതാണ് നീ ചെയ്യുന്നത്. നല്ല കാര്യമാണോടാ? അല്ലടാ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ഇപ്പം